ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9-11 വാക്യങ്ങൾ. ഇന്നത്തെ ആമേൻ തിടുക്കത്തിലല്ല, അല്പസമാധാനത്തിൽ കേൾക്കാവോ? 15-ാം അധ്യായം 9-ാം വാക്യം, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എന്നിട്ട് 11-ാം വാക്യത്തിൽ ഈശോ പറയുക, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്, എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനാണ്. ശരിക്കും ഈ വചനത്തിൻ്റെ അർത്ഥം എന്താ? നമുക്കെല്ലാം സന്തോഷം വേണം. സന്തോഷം എല്ലാവരുടെയും കൊതിയല്ലേ? പക്ഷെ സന്തോഷം നിലനിൽക്കണമെങ്കിൽ സ്നേഹത്തിൽ നിലനിൽക്കണം. നമുക്ക് ആഴമായ നിലനിൽക്കുന്ന കൺസിസ്റ്റൻ്റായ ഇടമുറിയാത്ത അണമുറിയാത്ത ഇഴപിരിയാത്ത സ്നേഹമുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനൊരു സ്നേഹം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും മുറിക്കാനാവാത്ത ഒരു സന്തോഷം കിട്ടും. നമുക്ക് സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആരെയും ഉള്ളുകൊണ്ട് കൺസിസ്റ്റൻ്റായി സ്നേഹിക്കുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചപ്പം എനിക്കൊരു സ്വന്തമായൊരു ബോധ്യം കിട്ടി. എൻ്റെ ഒരു സ്നേഹിതനും അത് പറയുന്നത് കേട്ടു. ഈ സ്നേഹത്തിലേക്കുള്ള വാതായനം, ഈ സ്നേഹത്തിലേക്കുള്ള വാതിൽ പ്രാർത്ഥനയാണ്. അപ്പം ശരിക്കും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന തോതനുസരിച്ച് എൻ്റെ സ്നേഹം വർദ്ധിക്കും. സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് സന്തോഷം പെരുകും. നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. വെറുതെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു ബന്ധവും തോന്നാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന സ്നേഹത്തിൻ്റെ നിലനിൽപ്പാകും. സ്നേഹത്തിൻ്റെ നിലനിൽപ്പ് സന്തോഷമായി മാറും. അങ്ങനെ എല്ലാ മുഖവും തെളിയാൻ ദൈവം ഇടവരുത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.